ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമുക്കറിയാം സെറ്റിൻ്റെ എക്സാം അടുത്ത് വരുവാണ്. അപ്പം സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്, ആ കോഴ്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുവാണ്. സെറ്റ് സൂപ്പർ 16, സെറ്റ് സൂപ്പർ 60. ഓക്കെ, അപ്പം പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. 60 ദിവസത്തെ മോക്ക് എക്സാമുകളാണ്. 60 ഡേയ്സ് മോക്ക്. നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന സമയത്ത് സെറ്റായിക്കോട്ടെ നെറ്റായിക്കോട്ടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഈ മോക്ക് എക്സാംസ് PYQ സെഷൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ പഠിച്ച പോയിൻറ്റ്സ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു, നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അപ്പോഴാണ് നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം 60 ദിവസത്തെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ തറവാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അത്രയും ഇപ്പോൾ 60 എക്സാമൊക്കെ എഴുതി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ മോക്ക് എക്സാമൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എക്സാം ഈസ് ലൈക്ക് എ മോക്ക് എക്സാം അല്ലേ. നമ്മൾ എക്സാം എഴുതി അങ്ങോട്ട് തറവായി കഴിഞ്ഞു, അല്ലെങ്കിൽ എപ്പോഴും എക്സാം എഴുതി നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഹിബിഷൻ, നമ്മുടെ പരീക്ഷാ പേടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറുന്നതിന് സഹായിക്കും. ഓക്കെ, അതുപോലെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ അത്രയും ടോപ്പിക്സ് ഫെമിലിയർ ആവും. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ തെറ്റിക്കുന്ന പോയിൻറ്റ്സ് അല്ലേ, നമ്മൾ പല പരീക്ഷയ്ക്കും തെറ്റിക്കുന്ന പോയിൻറ്റ്സ് അടുത്ത പ്രാവശ്യം നമ്മളത് ഓർത്തിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും എക്സാം എഴുതുമ്പോൾ തെറ്റിപ്പോയാലും ശരിയായാലും ആ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതാണ് എക്സാമിൻ്റെ ഗുണം. അടുത്തത് 60 ഡേയ്സ് ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഫോർ ഓൾ സബ്ജക്റ്റ്. നമുക്കറിയാം സെറ്റിന് നമുക്ക് ധാരാളം കോഴ്സ് എൻട്രി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റുകൾക്കും 60 ദിവസത്തെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സുകൾ, അതാണ് അടുത്തത്. 60 ദിവസത്തെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാവും. ഓക്കെ, സുവോളജി ഇമ്പോർട്ടൻറ്റും എല്ലാ സബ്ജക്റ്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ ടൈം ടേബിൾ ബേസ്ഡ് ഡെയിലി ലൈവ് എക്സാം. നമുക്കറിയാം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഡെയിലി റിവിഷൻസും വീക്ക്ലി റിവിഷൻസും മന്ത്ലി റിവിഷൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സെറ്റിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആവണമെന്നുമില്ല. അപ്പം ഡെയിലി നമ്മൾ അന്നന്ന് പഠിക്കുന്ന പോർഷൻ അല്ലേ, ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള എക്സാമുകൾ, അതാണ് അടുത്ത പോയിന്റ്. ടൈം ടേബിൾ ബേസ്ഡ് ഡെയിലി ലൈവ് എക്സാം. ഓക്കെ, ദെൻ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതായത് നമ്മൾ ചിലപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മോക്ക് എക്സാമൊക്കെ നടത്തുന്ന സമയത്ത് എപ്പോഴും എല്ലാ സബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ പേപ്പറുകളും ഈക്വൽ കോൺട്രിബ്യൂഷനിൽ വരണമെന്നില്ല. പക്ഷെ നമ്മളൊരു സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പോർഷൻ നമുക്ക് അത്രയും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സെഷനാണ് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ. ഓക്കെ, ദെൻ ടോപ്പിക് വൈസ് ആ ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കില്ല ഒരു എക്സാമിനകത്ത്. ഹോട്ട്സ്പോട്ട് ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് നമ്മൾ മോക്ക് എക്സാം ആയാലും PYQ സെഷനൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പോർഷൻസ് ഊന്നിയായിരിക്കുമല്ലോ വരിക, ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ടോപ്പിക് വൈസ് എക്സാം വരുമ്പോൾ നമ്മളവിടെ ഉറപ്പിക്കുകയാണ് അല്ലാത്ത പോർഷൻസ് അവിടെ നിന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കവർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടോപ്പിക്. അതുപോലെ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചത് തറവാക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടെയാണ് ടോപ്പിക് വൈസ് എക്സാംസ്. ദെൻ ഫുൾ ലെങ്ത് മോക്ക് എക്സാമിൻ അവസാനത്തെ 10 ദിവസം, ലാസ്റ്റ് 10 ഡേയ്സ് ഇപ്പോൾ പറഞ്ഞ എക്സാമുകളൊന്നും കൂടാതെ മോക്ക് എക്സാമുകൾ, അതായത് നമ്മളുടെ ആക്ച്വൽ എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതിനെ പോലെ തന്നെയുള്ള മോക്ക് എക്സാമുകൾ അവസാനത്തെ 10 ദിവസം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോം നിങ്ങളൊന്ന് പൂരിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മോക്ക് എക്സാം എഴുതാനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിനകത്ത് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള പാക്കാണ് സെറ്റ് സൂപ്പർ 60 എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും സ്വാഗതം.